+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ് പാർട്ട് 8. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എക്സസൈസ് 9.3ലെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 44 to 51. Question number 44. Find 4 numbers forming a geometric progression in which third term is greater than the first term by 9 and the second term is greater than the fourth by 18. ഇവിടെ തന്നിരിക്കുന്നത് third term is greater than the first by 9. കൂടാതെ സെക്കൻഡ് ടേം ഈസ് ഗ്രേറ്റർ ദാൻ ഫോർത്ത് ബൈ 18. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് എ ആണ് ഫസ്റ്റ് ടേം, ആർ ബി ദ കോമൺ റേഷ്യോ. ലെറ്റ് എ ബി ദ ഫസ്റ്റ് ടേം, എ ബി ദ ഫസ്റ്റ് ടേം and R be the common ratio of the GP. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A1 ആണ്. A1 ഈക്വൽ ടു എ. പിന്നെ കൂടാതെ A2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A2 equal to A into R and A3 equal to we have AR square and A4 fourth term. ഇവിടെ 4 ടേം ആണ് തന്നിരിക്കുന്നത്, AR cube. ഇനി ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം A3 തേർഡ് ടേം നമുക്കറിയാം A3 equal to A1 പ്ലസ് 9. ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ. ഇതിനനുസരിച്ച് നമുക്ക് A3 എന്ന് പറഞ്ഞാൽ AR സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് ടേം A1 ആണ്. A1 ഈക്വൽ ടു എ പ്ലസ് 9. നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അതായത് എ കോമൺ ആണ്. എ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 9. എ ടേം ഇങ്ങോട്ട് മാറ്റിയതാണെന്ന് ചുരുക്കം. നമുക്കൊരു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ദെൻ ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത് സെക്കൻഡ് ടേം A2 ഈക്വൽ ടു A4 പ്ലസ് 18. A2 മീൻസ് AR ഈക്വൽ ടു AR ക്യൂബ് പ്ലസ് 18. ഇതിൽ നിന്ന് AR ക്യൂബ് ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. കൂടാതെ AR കോമൺ ആയിട്ട് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 18. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ വി ഹാവ് ടു ഡിവൈഡ് ഐദർ 1/2 ഓർ 2/1. Here dividing 2 by equation 1 implies AR into 1 minus R square by A into 1 R square minus 1. R square minus 1 equal to 18/9. ഇതിൻ്റെ അർത്ഥം 1 മൈനസ് ആർ സ്ക്വയറും ആർ സ്ക്വയർ മൈനസ് 1 തമ്മിൽ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടേ ഉള്ളൂ. എയും ക്യാൻസൽ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എഴുതാം ആർ ഈക്വൽ ടു -2. ആറിൻ്റെ വാല്യൂ കിട്ടി -2. ആറിൻ്റെ വാല്യൂ -2 കിട്ടിയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷനല്ല, ആദ്യത്തെ ഭാഗത്ത് A3 = A1 + 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും
എ ഇൻറ്റു, അല്ലെങ്കിൽ ഇതിൽ കൊടുത്താലും മതി, ഫസ്റ്റിൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എ ഇൻറ്റു ആർ, ആർ മീൻസ് -2 സ്ക്വയർ, -1 ഈക്വൽ ടു 9. അതായത് എ ഇൻറ്റു 4 - 1 ഈക്വൽ ടു 9. 3a ഈക്വൽ ടു 9. എ ഈക്വൽ ടു 3. എയുടെ വാല്യൂ 3 കിട്ടി. ഇത്ര കിട്ടിയാൽ നമുക്കിനി 4 നമ്പേഴ്സ് കണക്കാക്കാം. ആ നമ്പേഴ്സ് therefore the four numbers are a 3 ആണ്. അപ്പോൾ 3 then into -2 that is -6, then into -2 that is +12, then into -2 therefore -24. This is the four numbers. Then question number 45. If the pth, qth, rth terms of a GP are a, b and c respectively, prove that a raised to q minus r into b raised to r minus p into c raised to p minus q equal to 1. ഇവിടെ തന്നിരിക്കുന്നത് pth, qth, rth ടേംസ് ആണ് എ, ബി, സി തന്നിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുന്ന സാഹചര്യമുള്ളത് കൊണ്ടാണ് നാം പലപ്പോഴും ഫസ്റ്റ് ടേം A1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് nth ടേം an ഈക്വൽ ടു എ ആർ റേസ് ടു n മൈനസ് 1 എന്ന് എഴുതുന്നതിന് പകരം a1 ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 എന്ന് ഫോർമുലയിൽ തന്നെ മാറ്റാൻ കാരണം ഇതുകൊണ്ടാണ്. കാരണം ഫസ്റ്റ് ടേമും എ ആണ്, pth ടേമും എ ആണെങ്കിൽ പി ഓട്ടോമാറ്റിക്കായിട്ട് 1 ആയിട്ട് നാം അസ്യൂം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ ആക്കി എഴുതാം. ലെറ്റ് a1 be the first term, a1 be the first term and r be the common ratio, r be the common ratio of the GP. Then from the given condition we can write AP equal to A1 into R raised to P minus 1. ഇതാണ് തന്നിരിക്കുന്ന A. അപ്പോൾ A ഈക്വൽ ടു എന്ന് പറഞ്ഞെഴുതാം. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. Then AQ given, AQ equal to by definition A1 into R raised to Q minus 1. ഇതിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് B ആണ്. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ AR ഈക്വൽ ടു കിട്ടിയ ഡാറ്റ A1 ഇൻറ്റു R raised to R minus 1. ഇതാണ് തന്നിരിക്കുന്ന C. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3, 1, 2, 3 ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എ റേസ് ടു ക്യൂ മൈനസ് ആർ, ബി റേസ് ടു ആർ മൈനസ് പി, കൂടാതെ സി റേസ് ടു പി മൈനസ് ക്യൂ. അതായത് ലെഫ്റ്റ് സൈഡിൽ 2 ഈക്വൽ ടു ഉണ്ടെങ്കിലും നമ്മൾ ഇത് ഫോർമുല എഴുതാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം മാത്രം മതി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ചെയ്യേണ്ടത് ക്യൂ മൈനസ് ആർ പവർ റൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ പവർ റൈസ് ചെയ്യുന്നത് ആർ മൈനസ് പി. മൂന്നാമത്തെ ഇക്വേഷനിൽ പവർ മൊത്തത്തിൽ റൈസ് ചെയ്യേണ്ടത് പി മൈനസ് ക്യൂ. എന്നിട്ട് നാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതാം. എ റേസ് ടു ക്യൂ മൈനസ് ആർ ഈക്വൽ ടു A1 R raised to P minus 1 all raised to Q minus R. Then B raised to R minus P equal to A1 into R raised to Q minus 1 all raised to R minus P. Then C raised to P
p minus q equal to a1 r raised to r minus 1 all raised to p minus q. ഇതിന് നമുക്ക് പേര് കൊടുക്കാം ഇക്വേഷൻ 4, ഇക്വേഷൻ 5, ഇക്വേഷൻ 6. 4 then 5 6. ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ ഇക്വേഷൻ 4 ഇൻറ്റു ഇക്വേഷൻ 5 ഇൻറ്റു ഇക്വേഷൻ 6, ഇക്വേഷൻ 4 ഇൻറ്റു ഇക്വേഷൻ 5 ഇൻറ്റു ഇക്വേഷൻ 6. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് കിട്ടുന്നത് എ റേസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ മൈനസ് പി ഇൻറ്റു സി റേസ് ടു പി മൈനസ് ക്യൂ ഈക്വൽ ടു, നമ്മൾ അടുത്ത ലൈനിലാണ് എഴുതുന്നത്. ഫോർത്ത് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ്, അതായത് എല്ലാറ്റിൻ്റെയും a1 ടേം ഉണ്ട്. അപ്പോൾ a1ൻ്റെ പവർ q മൈനസ് ആർ ഇൻറ്റു a1 റേസ് ടു ആർ മൈനസ് പി ഇൻറ്റു a1 റേസ് ടു പി മൈനസ് ക്യൂ. അപ്പോൾ പ്രോഡക്റ്റ് ആണെങ്കിൽ പവർ ആഡിങ്, ദാറ്റ് ഈസ് a1 റേസ് ടു q മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. ഇതാണ് a1ൻ്റെ പവർ. ദെൻ അടുത്തത് എല്ലാ ടൈമിലും r1ൻ്റെ പവർ p മൈനസ് 1 ഇൻറ്റു q മൈനസ് ആർ, ആറിൻ്റെ പവർ q മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി, ആറിൻ്റെ പവർ ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ. അപ്പോൾ അതും നമ്മൾ ഒന്നിച്ച് എഴുതുന്നു. ഇൻറ്റു ആർ റേസ് ടു, അത് അടുത്ത ലൈനിലാണ്, ഇൻറ്റു ആണ്, ആർ റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ. ദെൻ പ്രോഡക്റ്റ് ആണെങ്കിൽ പവർ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ ഈക്വൽ ടു, നമുക്കവിടെ a1 റേസ് ടു എല്ലാ ടേമും ക്യാൻസൽ ആവുന്നു, 0 ഇൻറ്റു ഇവിടെ ആർ റേസ് ടു, നമുക്കറിയാം ഇത് ടോട്ടൽ 12 ടേം ഉണ്ടായിരിക്കും. ഇവിടെ പി ക്യു എന്നുള്ള ടേം പ്ലസ് പി ക്യു, ദെൻ ഇവിടെ ദാ മൈനസ് പി ക്യു, പിന്നെ മൈനസ് ക്യു ആണെങ്കിൽ ഇവിടെ ദ -1 ഇൻറ്റു മൈനസ് ക്യു പ്ലസ് ക്യു, ദെൻ പ്ലസ് ആർ, ഇതാ മൈനസ് ആർ. ഇങ്ങനെ എല്ലാ ടേമും ക്യാൻസൽ ആവും, പവർ 0. അപ്പോൾ അതായത് ആൻസർ a1 റേസ് ടു 0 1, r റേസ് ടു 0 1. അതുകൊണ്ട് നമുക്ക് a റേസ് ടു കൺക്ലൂഡ് ചെയ്യാം, a റേസ് ടു q മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ മൈനസ് പി ഇൻറ്റു സി റേസ് ടു പി മൈനസ് ക്യൂ ഈക്വൽ ടു 1. ഇതേ രീതിയിലുള്ള സമാനമായൊരു ക്വസ്റ്റ്യൻ AP-യിൽ നാം ചെയ്തിട്ടുണ്ട്. Then next question 46. If the first and the nth term of a GP are A and B respectively, and if capital P is the product of n terms, prove that P square equal to AB all raised to n. ഇവിടെ തന്നിരിക്കുന്നത് A be the first term and B be the nth term തന്നിരിക്കുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ജി പിനെ ഒന്ന് എഴുതാം. എ ബി ദ ഫസ്റ്റ് ടേം, നമുക്കതും എഴുതാം. ലെറ്റ് എ ബി ദ ഫസ്റ്റ് ടേം ആൻഡ് ബി ബി ദ nth ടേം ഓർ ലാസ്റ്റ് ടേം. അങ്ങനെയാണെങ്കിൽ ആർ ബി ദ കോമൺ റേഷ്യോ, അതിനനുസരിച്ച് നമുക്ക് ആ ജി പി ഒന്ന് എഴുതാം. ദ ജി പി ഈസ്, ദ ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് എ ആർ
AR square, AR cube, etc. nth term AR raised to n minus 1. ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ബി. ഇനി തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം പി ആണ് പ്രോഡക്റ്റ്. അതുകൊണ്ട് നമുക്ക് പി എന്നുള്ളതിന്, ക്യാപിറ്റൽ പി എന്നുള്ളതിനെ ഇങ്ങനെ എഴുതാം: എ ഇൻറ്റു എ ആർ ഇൻറ്റു എ ആർ സ്ക്വയർ ഇൻറ്റു എ ആർ ക്യൂബ് ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ ആർ റേസ് ടു എൻ മൈനസ് 1. എൻ ടേം ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ എല്ലാ ടേമിലും എ ഉണ്ട്, എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എ ഇൻറ്റു എ ഇൻറ്റു എ എൻ ടൈംസ് ആണെങ്കിൽ എ റേസ് ടു എൻ. ഇനി ബാക്കി വരുന്നത് ആറിൻ്റെ പവർ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എൻ മൈനസ് 1. അപ്പോൾ ആറിൻ്റെ പവർ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1. ഇതാണ് നമുക്കിവിടെ ആറിൻ്റെ പവറായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈക്വൽ ടു എ റേസ് ടു എൻ ഇൻറ്റു, ഇവിടെ ആറിൻ്റെ പവർ നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്നുള്ളതാണ്. അത് എൻ ടേമിൻ്റെയാണ്. ഇവിടെ എൻ മൈനസ് 1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം: എൻ മൈനസ് 1 ഇൻറ്റു എൻ ബൈ 2. അതായത് എൻ ഇൻറ്റു എൻ ഇൻറ്റു എൻ മൈനസ് 1/2 എന്നെഴുതാം. എൻ ഇൻറ്റു എൻ മൈനസ് 1/2. ഇതാണ് നമുക്ക് കിട്ടിയ ക്യാപിറ്റൽ പി. ഇനി ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് പി സ്ക്വയർ ആണ്. അപ്പോൾ മൊത്തം ഒന്ന് സ്ക്വയർ ചെയ്യേണ്ടതുണ്ട്. പി സ്ക്വയർ ഈക്വൽ ടു എ റേസ് ടു എൻ ഇൻറ്റു ആർ റേസ് ടു എൻ ഇൻറ്റു എൻ മൈനസ് 1/2 ഓൾ സ്ക്വയർ. അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: എ റേസ് ടു പവർ ആണെങ്കിൽ 2n ഇൻറ്റു ആർ റേസ് ടു എൻ ഇൻറ്റു എൻ മൈനസ് 1. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ പി സ്ക്വയർ. ഈ പി സ്ക്വയറിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് പി സ്ക്വയർ ഈക്വൽ ടു അതായത് ഇതിനെ മാറ്റുന്നത് നാം എൻ കോമൺ പുറത്തെടുക്കുകയാണ് പവർ. അതായത് എ സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1. ഈ രണ്ട് ഭാഗത്തുള്ള എൻ നമ്മൾ പുറത്തെടുക്കുന്നു പവർ. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി മാറ്റാം: എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ഓൾ റേസ് ടു എൻ. ഇതിൽ എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, സ്മോൾ ലെറ്റർ എ. ഫസ്റ്റ് ടേം എ ആർ റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ബി ഓൾ റേസ് ടു എൻ. അതായത് പി സ്ക്വയർ ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എൻ. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഭാഗം ആവശ്യമില്ല, ക്വസ്റ്റ്യൻ്റെ ഭാഗമല്ല. ദെൻ ഇനി 46. ഇത് പലപ്പോഴും തെറ്റാൻ പല വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 47. Show that the ratio of the sum of first n terms of a GP to the sum of terms from n plus 1th to 2nth term is r raised to minus n. r raised to minus n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ ജി പി ടു ദ സം ഓഫ് ടേംസ് ഫ്രം n plus 1th to 2nth term is r raised to minus n. നമുക്ക് സ്ഥിരം എഴുതുന്ന പോലെ ഇവിടെ ഫസ്റ്റ് ടേം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടേം എ ആയിട്ടും ആർ കോമൺ റേഷ്യോ ആയിട്ടും കൊടുക്കാം. അപ്പോൾ എഴുതുന്നത് ആൻസറായിട്ട് ലെറ്റ് എ ബി ദ ഫസ്റ്റ് ടേം and R be the common
കോമൺ റേഷ്യോ ഓഫ് ദ ജി പി. ഇനി നമുക്കറിയാവുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് അറിയാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r റേസ്ഡ് ടു n ബൈ 1 മൈനസ് r. ഇതാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ജി പിയുടെ. ഇനി n പ്ലസ് 1th ടു 2nth ആ വാല്യൂ ഒന്ന് എഴുതാം നമുക്ക്. സം ഓഫ് ടേംസ് ഫ്രം n plus 1th term, that is n plus 1th to 2nth, 2n വരെയുള്ള എലമെൻറ്റുകളുടെ സം ഈക്വൽ ടു, നമുക്കൊരു ജി പി ആയതുകൊണ്ട് എല്ലാം തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കും. അതായത് n പ്ലസ് 1th ടേം, ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ ആർ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ ആർ, തേർഡ് ടേം എ ആർ സ്ക്വയർ. ഇതേ രീതിയിൽ പോകുമ്പോൾ n പ്ലസ് 1th ടേം ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ n പ്ലസ് 1 ആണ് ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഇൻറ്റു ബാക്കിയൊന്നും വ്യത്യാസം വരില്ല, ആർ റേസ് ടു n തന്നെ ആയിരിക്കും. കോമൺ റേഷ്യോ ഇവിടെയും ആറ് തന്നെയാണ്, ബൈ 1 മൈനസ് ആർ. നമുക്കിതിനെ ഒന്നും കൂടി മാറ്റാം. അതായത് എൻ പ്ലസ് 1 എന്നെഴുതിയത് n പ്ലസ് 1th ടേം ആയിട്ടാണ്. n പ്ലസ് 1th ടേം എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു n ആയിരിക്കും, ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ. ഇനി ഇതിനെ നമുക്ക് റേഷ്യോ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ടു സെക്കൻഡ്, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റേഷ്യോ. അപ്പോൾ റിക്വയർഡ് റേഷ്യോ എന്ന് എഴുതിയാൽ മതി. റിക്വയർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബൈ സെക്കൻഡ്, എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ ബൈ എ ആർ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ ഈക്വൽ ടു, നമുക്കിത് ചെയ്താൽ അറിയാം, 1 മൈനസ് ആർ റേസ് ടു n, 1 മൈനസ് ആർ ക്യാൻസൽ ചെയ്തു, എ ക്യാൻസൽ ചെയ്തു, ബാക്കി 1 ബൈ ആർ റേസ് ടു n ആണ് നമുക്ക് വരുന്നത്. 1 ബൈ ആർ റേസ് ടു n, 1 ബൈ ആർ റേസ് ടു n നമുക്ക് ആർ റേസ് ടു മൈനസ് n എന്നെഴുതാം. അതുകൊണ്ട് റിക്വയർഡ് റേഷ്യോ ആർ റേസ് ടു മൈനസ് n. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 48. ഫൈൻഡ് the sum to n terms of the series 9 plus 99 plus 999 plus etc. നമുക്കിവിടെ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്തതാണ് എങ്കിലും നമുക്കിവിടെ കാണാനുള്ളത് ഇതൊരു സീരീസാണ്. ഈ സീരീസ് ഒരു എ പി യു അല്ല, ജി പി യുമല്ല. എന്നാൽ ഇതിനെ നാം ഏറ്റവും അടുത്തുള്ള ഒരു ജി പിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ജി പി, ഇതിന് അടുത്തൊരു ജി പി ഉണ്ട്, ആ ജി പിയിലേക്ക് മാറ്റുകയാണ് നാം ചെയ്യുന്നത്. എസ് എൻ, സം ടു n ടേംസിനെ നാം എപ്പോഴും സൂചിപ്പിക്കുന്ന നൊട്ടേഷൻ എസ് എൻ ആണ്. അപ്പോൾ എസ് എൻ ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എസ് എൻ ഈക്വൽ ടു 9 പ്ലസ് 99 പ്ലസ് 999 9999 പ്ലസ് എക്സെട്ര. എസ് എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. ഈ 9നെ 10 മൈനസ് 1 എന്നെഴുതാം, 99നെ 100 മൈനസ് 1 എന്നെഴുതാം. ദെൻ അടുത്തത് 1000 മൈനസ് 1, ഇതേ രീതിയിൽ മാറ്റി എഴുതാം. ഈക്വൽ ടു, നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ ആദ്യം 10, 100, 1000 എക്സെട്ര ഈ ടേം ഒന്ന് ഒന്നിച്ചാക്കുന്നു. ഇതിനെ 10, അടുത്ത ടേം 10 സ്ക്വയർ എന്നെഴുതാം, അടുത്ത ടേം 10 ക്യൂബ് എന്നെഴുതാം. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ n ടേംസ് ഉണ്ടായിരിക്കും. അവസാന ടേം എന്ന് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ
ടു എൻ ടേംസ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 10 റേസ് ടു എൻ എന്ന് തന്നെ എഴുതാം. മൈനസ് എല്ലാ ടേമിലും 1 ഉണ്ട്. 1 then പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര. വേണമെങ്കിൽ നമുക്ക് എഴുതാം ടു എൻ ടേംസ്. എൻ ടേംസ് ആണ് ആകെ ഉള്ളത്. ഈക്വൽ ടു ഇതിനെ നമുക്കൊരു ജി പി ആയിട്ട്, ജി പി ആണ്. ഫസ്റ്റ് ടേം 10 ആണ്, കോമൺ റേഷ്യോ അതും 10 ആണ്, നമ്പർ ഓഫ് ടേം n ആണ്. അതുകൊണ്ട് 10 ഇൻറ്റു ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1. ആർ മീൻസ് 10. ദെൻ മൈനസ് എൻ. എൻ തവണ 1 ആഡ് ചെയ്താൽ എൻ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 10. ഇവിടെ 9 ആണ്. അതായത് 10/9 ഇൻറ്റു 10 റേസ് ടു എൻ മൈനസ് 1 മൈനസ് എൻ. നമുക്കിതിനെ ഒന്നും കൂടി മാറ്റി എഴുതാം. അതായത് ഈ 9 കോമൺ ആക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ എൽ സി എം എടുക്കാം എന്നർത്ഥം. 1/9 ഇൻറ്റു 10 ഇൻറ്റു 10 റേസ് ടു എൻ മൈനസ് 1 മൈനസ് 9n. ഈ 9 എന്നുള്ളത് ഇതിന് മാത്രമായിട്ടുള്ള ബൈ ആയിരുന്നു. അത് ഇതിനും കൂടി ബാധകമാക്കി എന്ന് പറഞ്ഞാൽ എൽ സി എം കണ്ടു എന്നർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എസ് എൻ ഈക്വൽ ടു 1/9 ഇൻറ്റു 10 ഇൻറ്റു 10 റേസ് ടു എൻ മൈനസ് 1 മൈനസ് 9n. നമുക്ക് ഇനി ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ എല്ലാം 9 വരുന്നത്, എല്ലാം 1 വരുന്നത്, എല്ലാം 5 വരുന്നത്, 7 വരുന്നത്, അങ്ങനെ ടോട്ടൽ 9 തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് വരുന്നത്. പിന്നെ പോയിൻ്റ് ആയിട്ടുള്ളത് വേറെയും ചോദ്യങ്ങൾ, വേറെയും ഒരു 9 ചോദ്യം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീരീസ്. എല്ലാം 1 ആയിട്ട് വരുന്നതാണ്. 1 പ്ലസ് 11 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ തന്നിരിക്കുന്നതിന് എസ് എൻ ആയിട്ട് കൊടുക്കാം. എസ് എൻ ഈക്വൽ ടു 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് 1111 പ്ലസ് എക്സെട്ര. എൻ ടേംസ് ആണ്. അപ്പോൾ എൻ 1 ഉള്ള ഒരു നമ്പർ ആയിരിക്കും. അതുവരെയുള്ള ടേമാണ് നമുക്ക് കാണാനുള്ളത്. നമ്മളിവിടെ ചെയ്തതുപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 9ൻ്റെ അടുത്താണ് 10 ഉണ്ടായിരുന്നത്, 99ൻ്റെ അടുത്താണ് 100 ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 10 സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നാം ചെയ്യണത് ഇതിനെ 9ലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ടൈംസ് ആവും വരിക. 9 എസ് എൻ ആണ് വരിക. അത് ഒഴിവാക്കാൻ വേണ്ടി 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ 1/9 ഇൻറ്റു നമുക്ക് ബാക്കിയെല്ലാം 9 ആക്കി മാറ്റാം. 9 പ്ലസ് 99 900 99 9999. ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 48 പോലെയായി. ഇനി ഇതേ രീതിയിൽ ബാക്കി കണ്ടെത്താം. 1/9 ഇൻറ്റു ഒരു സ്റ്റെപ്പ് അധികം വന്നു എന്ന് മാത്രം. ഇതിനെ 10 മൈനസ് 1 എന്നെഴുതാം. 99നെ 100 മൈനസ് 1 എന്നെഴുതാം. ദെൻ 1000 മൈനസ് 1 പ്ലസ് എക്സെട്ര. ഈ ടേം എഴുതാതിരിക്കുകയല്ല, എക്സെട്ര മതി നമുക്ക്. ഈക്വൽ ടു 1/9 ഇൻറ്റു 10 100 1000 എക്സെട്ര. അപ്പോൾ നമുക്കിതിനെ 10 എന്നെഴുതാം. പ്ലസ് 10 സ്ക്വയർ. 100 എടുക്കൽ മാത്രമല്ല സ്ക്വയർ ആക്കിയിട്ടും കൂടി നമ്മൾ മാറ്റി. ദെൻ 10 ക്യൂബ് പ്ലസ് എക്സെട്ര. നമ്പർ ഓഫ് ടേം n ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം 10 റേസ് ടു n. ദെൻ മൈനസ് എല്ലാ ടേമിലും 1 ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര ടു n ടേംസ്. ഈക്വൽ ടു 1/9 ഇൻറ്റു ഇതൊരു ജി പി ആണ് വിത്ത് ഫസ്റ്റ് ടേം 10 ആൻഡ് കോമൺ റേഷ്യോ ആൾസോ 10. 10 ഇൻറ്റു 10 റേസ് ടു n മൈനസ് 1 ബൈ 10 മൈനസ് 1. അതായത് എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ബൈ
ആർ മൈനസ് 1 മൈനസ് n തവണ 1, അതായത് n. സിംപ്ലിഫൈ ചെയ്താൽ 1/9 ഇൻറ്റു 10/9 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് n. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ 9 ഇതിനും കൂടി ബാധകമാക്കുന്നു. അപ്പോൾ 1/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് 9n ബൈ കംപ്ലീറ്റ് ബൈ 9. ഈ 9 LCM കണ്ടു എന്നർത്ഥം. നമുക്കിനി 1/9 ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി ആവശ്യമുള്ളൂ. അതായത് Sn ഈക്വൽ ടു ഈ 9 കൂടി ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ 1/81 ഇൻറ്റു ബ്രാക്കറ്റ് 10 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് 9n. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. 1/81 ഇൻറ്റു ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50. ചെറിയ ഒരു മാറ്റം കൂടി വരുത്തി. എല്ലാ ടേമും 5 ആണ്. ഇതാണ് നാം ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീരീസ്. അപ്പോൾ ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് അധികം എഴുതേണ്ടി വരുമെന്നർത്ഥം. നമ്മളെ ഒറിജിനൽ ക്വസ്റ്റ്യൻ 48 ആണ്, എല്ലാം 9 വരുന്നത്. Sn ഈക്വൽ ടു 5 പ്ലസ് 55 പ്ലസ് 555 5555 പ്ലസ് എക്സെട്ര. ഇതിനെ ആദ്യം നാം ചെയ്യുന്നത് 5 കോമൺ ആയിട്ടെടുത്താൽ ക്വസ്റ്റ്യൻ നമ്പർ 49 പോലെയായി. 1 പ്ലസ് 1 1 1 1 1 പ്ലസ് 1 1 1 1 പ്ലസ്. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 9 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 പ്ലസ് എക്സെട്ര. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൽ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 48 പോലെയായി. ഇനി ഇതിനെ നാം 5/9 ഇൻറ്റു ഈ 9നെ മുൻപ് ചെയ്ത പോലെ തന്നെ 10 മൈനസ് 1, 99നെ 100 മൈനസ് 1, നെക്സ്റ്റ് 1000 മൈനസ് 1 പ്ലസ് എക്സെട്ര ഈക്വൽ ടു 5/9 ഇൻറ്റു മുൻപ് ചെയ്ത പോലെ തന്നെ 10 100 എന്നുള്ളതിന് 10 സ്ക്വയർ, 1000ന് 10 ക്യൂബ്. n ടേംസ് ആണുള്ളത്, അതുകൊണ്ട് ഈ ഭാഗത്ത് nth ടേം 10⁻n. ദെൻ മൈനസ് എല്ലാ ടേമിലും 1 ഉണ്ട്. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര ടു n ടേംസ് ടു n ടേം equal to 5/9 into, it is a GP with the first term 10 and common ratio 10, number of terms n, then n. LCM കാണുമ്പോൾ 5/9 into 10 into 10⁻n minus 1 by 9. ഈ 9 n-ൻ്റെ ഡിനോമിനേറ്റർ അല്ല, നമ്മൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ Sn ഇതിൻ്റെ ബാക്കിയാണ്. Sn ഈക്വൽ ടു 5/9 ഇൻറ്റു ഇത് രണ്ടിനും കൂടി ബാധകമാക്കുമ്പോൾ 10 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് 9n ബൈ 9. n LCM കണ്ടു. ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടിയാണുള്ളത്. 5/81 ഇൻറ്റു 10 ഇൻറ്റു 10⁻n മൈനസ് 1
മൈനസ് 9n. ഇതാണ് നമുക്ക് കിട്ടിയ SN. അതായത് നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടത് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം 1 ആയിരുന്നപ്പോൾ 1/81 ഇൻറ്റു 10 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് 9n ആയിരുന്നു. 5 വന്നപ്പോൾ ക്ലിയർ ആണ്, 5 ഇൻറ്റു ആണ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ 5 ഇൻറ്റു ആണ്, അതുകൊണ്ട് ഇവിടെ 5 വരും, സ്വാഭാവികമാണ്. ഇനി എല്ലാം 6 വരുമ്പോൾ ഇതേ രീതിയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6/81 ഇൻറ്റു 10 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് 9n. എല്ലാം 7 വരികയാണെങ്കിൽ 7/81 ഇൻറ്റു 10 ഇൻറ്റു 10⁻n മൈനസ് 1 മൈനസ് 9n. ഇതേ രീതിയിൽ ധാരാളം ക്വസ്റ്റ്യൻസ്, ധാരാളം മീൻസ് 9 ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ രീതിയിൽ കണ്ടെത്താം. അതിൽ 9 വരുന്നത് ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പ് ഉള്ളത്, ഒരു സ്റ്റെപ്പും കൂടി അധികം വരും, എല്ലാം 1 വരുമ്പോൾ ബാക്കി വരുന്ന 2 ആയാലും 3, 4, 5, 6, 7, 8 അങ്ങനെ വരുന്നതൊക്കെ ഇത്ര സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ് ആദ്യത്തേനെ അപേക്ഷിച്ച് അധികമുണ്ടാവുമെന്ന് മാത്രം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 51, എല്ലാം പോയിൻ്റാണ് എന്ന് മാത്രം. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീരീസ് 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 എക്സെട്ര. നമ്പർ ഓഫ് ടേംസ് n ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ ആദ്യം തന്നെ SN എന്ന് കൊടുക്കുന്നു. SN ഈക്വൽ ടു ഗിവൺ ക്വസ്റ്റ്യൻ 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 0.6666 പ്ലസ് എക്സെട്ര ഈക്വൽ ടു, ഇതിനെ നാം ചെയ്യുന്നത് എല്ലാം ആദ്യം 0.1 ആയിട്ട് മാറ്റുന്നു. നമ്മൾ സ്ഥിരാധാരണ ചെയ്യാറ്, എല്ലാം 5 വന്നപ്പോൾ എല്ലാം ആദ്യം 1 ആക്കി. അതിന് വേണ്ടിയിട്ട് നാം ആദ്യം 6 കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 0.1 ആയിട്ട് മാറി, പ്ലസ് 0.11 0.111 പ്ലസ് 0.1111 പ്ലസ് എക്സെട്ര. ഇനി ഇതിനെ നമുക്കറിയാം, അതായത് 0.1 എന്നുള്ളതിനെ 9 ആക്കി മാറ്റുന്നു. 9 എന്ന് പറഞ്ഞാൽ 0.9 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.1 ആക്കി മാറ്റാം. അതുകൊണ്ട് എല്ലാം 9 ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ബ്രാക്കറ്റിനുള്ളിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0.9 ആയി. 0.99 പ്ലസ് 0.999 പ്ലസ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എക്സെട്ര ഇട്ട് തുടങ്ങുകയാണ്. ഈക്വൽ ടു 6/9. നമ്മൾ തൽക്കാലം അത് 2/3 എന്ന രീതിയിൽ എഴുതുന്നില്ല. ഇനി 0.9നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് 0.1 എന്നെഴുതാം. ഇനി അടുത്തതിനെ 1 മൈനസ് 0.01 എന്നെഴുതാം. ദെൻ അടുത്തത് 1 മൈനസ് 0.001 പ്ലസ് എക്സെട്ര ഈക്വൽ ടു 6/9 ഇൻറ്റു എല്ലാ ടേമിലും 1 ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യന് എല്ലാം അവസാനമായിരുന്നു 1, ഇത് തുടക്കത്തിൽ 1 ഉണ്ട് എന്ന് മാത്രം. 1 പ്ലസ്, അതാണ് ഇതിൻ്റെ ആകെ വ്യത്യാസം, പ്ലസ് എക്സെട്ര പ്ലസ് ടു n ടേംസ്. ഇപ്പോൾ n ടേംസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ n തവണ 1 ഉണ്ട് എന്നർത്ഥം. ദെൻ മൈനസ്, ഇനി വരുന്ന എല്ലാ ടേമും 0.1 ആണ്, പ്ലസ് 0.01 പ്ലസ് 0.001 പ്ലസ് എക്സെട്ര ടു n ടേംസ് ഈക്വൽ ടു 6/9 ഇൻറ്റു, ഇത് കൂടുതലൊന്നും നോക്കാനില്ല, n തന്നെയാണ്. ദെൻ മൈനസ്, ഇതൊരു GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഫസ്റ്റ് ടേം 0.1 ആണ്. ദെൻ നമുക്കറിയാം 0.1 ഇത് 0.01 ആണ്. 0.01/0.1 എന്ന് പറഞ്ഞാൽ 1/10. 1/10 ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടേമും 1/10, കോമൺ റേഷ്യോയും 1/10, നമ്പർ ഓഫ് ടേംസ് n. അപ്പോൾ 1/10 ഇൻറ്റു a ഇൻറ്റു 1 മൈനസ് r, r മീൻസ് 1/10
r raised to n by 1 minus r, 1 minus 1 by 10. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6/9 ഇൻറ്റു n, ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 1/10 എന്ന് പറഞ്ഞാൽ 9/10 ആണ്. 1/10/9/10 എന്ന് പറഞ്ഞാൽ 1/9 എന്നെഴുതാം. 1/9 ഇൻറ്റു 1 മൈനസ് 1/10, അതിന് മാത്രം പവർ n. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ സ്റ്റെപ്പ്. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതായത് Sn ഈക്വൽ ടു കഴിഞ്ഞ സ്റ്റെപ്പിൻ്റെ തുടർച്ചയാണ്. 6/9 ഇൻറ്റു നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് ഒരിക്കൽ കൂടി എഴുതുകയാണ്. n മൈനസ് 1/9 ഇൻറ്റു 1 മൈനസ് 1/10 റേസ് ടു n ഈക്വൽ ടു 6/9 ഇൻറ്റു നമ്മൾ ഈ 9 LCM ഇതിനും കൂടി ബാധകമാക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന 9n മൈനസ് 1 മൈനസ് 1/10 റേസ് ടു n, ബ്രാക്കറ്റ് അടച്ചു, ബൈ ഓൾ ഡിവൈഡഡ് ബൈ 9. ഒന്നും കൂടി ക്ലിയർ ആക്കുകയാണെങ്കിൽ 6/81 ഓൾ ഇൻറ്റു 9n മൈനസ് 1 മൈനസ് 1/10 റേസ് ടു n. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് എല്ലാ വാല്യൂം 0.6 പ്ലസ് 0.66 അതേ രീതിയിൽ 6ൻ്റെ കണക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് വാല്യൂ 6 കിട്ടി. ഇനിയെല്ലാം 0.5 പ്ലസ് 0.55 ഇതേ രീതിയിൽ വരികയാണെങ്കിൽ 5/81 ഇൻറ്റു 9n മൈനസ് 1 മൈനസ് 1/10 ഓൾ റേസ് ടു 10 ഇതേ രീതിയിൽ ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി അടുത്ത സെക്ഷനിൽ നമുക്കുള്ളത്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് GPയുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റായിട്ട് വരുന്ന, അതായത് കുറച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സീരീസിൻ്റെ സ്പെഷ്യൽ കേസും അതുപോലെ തന്നെ സം ടു n ടേംസാണ് നാം പഠിച്ചത്. സം ടു ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ GP അതും കൂടിയാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.